ഇനി മറ്റൊന്ന് നമ്മുടെ അകത്തി മുരിങ്ങയെക്കുറിച്ചും അകത്തിച്ചീരയെന്നോ അകത്തി മുരിങ്ങയെന്നോ അകത്തി എന്നൊക്കെ പറയുന്നൊരു ചെടിയാണ്. അതിൻ്റെ ഇല ഇങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ ഒരില, ഒരു തണ്ടെന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു തണ്ടിൻ്റെ ഇലകൾ ഇങ്ങനെ ഊരിയെടുത്ത് നമുക്കിങ്ങനെ ഊരിയെടുക്കാം. ഇങ്ങനെ ഊരിയെടുത്ത് അത് വെച്ച് ചമ്മന്തി, 1-2 തണ്ട് ഇലയുടെ ചമ്മന്തി, അത് തേങ്ങ, തക്കാളി, പച്ചമുളക് അല്ലെങ്കിൽ പച്ചക്കുരുമുളക് ഒക്കെ വെച്ച് നമ്മൾ അരച്ച് കഴിച്ചാലും മതി. അതല്ലെങ്കിൽ ഇത് ഒരു 3 തണ്ട് ഊരിയെടുത്ത് അത് കുക്കുംബർ ജ്യൂസോ, നമ്മൾ ഈ ആൽക്കലൈൻ വാട്ടർ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഈ ഇല അരച്ചിട്ട് അതിൽ കുക്കുംബറോ അല്ല പടവലങ്ങയോ കുമ്പളങ്ങയോ അല്ലെങ്കിൽ വാഴപ്പിണ്ടിയോ അങ്ങനെയുള്ള അല്ലെങ്കിൽ തണ്ണിമത്തനോ അങ്ങനെയുള്ള കായകളിൽ കൂടെ അടിച്ച് അതിൻ്റെ വെള്ളം തുണിക്ക് പിഴിഞ്ഞെടുത്ത് വെറും വയറ്റിൽ കഴിച്ചാലും മതിയാവും. നമുക്ക് അയഡിൻ്റെ കുറവും മാറ്റാൻ കഴിയും. അയഡിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് തൈറോയ്ഡ് രോഗം. തൈറോയ്ഡ് രോഗം വന്നവർക്കും അത് തൈറോയ്ഡ് നീക്കം ചെയ്തവർക്കും ഇനി തൈറോയ്ഡ് രോഗം വരാതിരിക്കാനും ഇതൊരു നല്ല ഔഷധ സസ്യമാണ്. ഇതിൻ്റെ ഇല എല്ലാവരും ഉപയോഗിക്കണം. ഒരു വീട്ടിൽ ഒരു അകത്തി മുരിങ്ങ ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കണം. ഇത് നമ്മളെ കൊച്ചു കുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ എപ്പോഴും ഉപയോഗിക്കാവുന്നതാണ്. ഇത് തോരൻ വെച്ച് കഴിക്കാം. അതുപോലെ തന്നെ ഇല ഉണക്കി നല്ലപോലെ പൾവറൈസ് ചെയ്ത് വെച്ചിരുന്നാൽ അത് പുളിക്കാത്ത തൈരിൽ ഒരു 1-2 ഗ്രാം പുളിക്കാത്ത തൈരിൽ കലക്കി കഴിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അയഡിൻ്റെ കുറവ് നമ്മളെ ശരീരത്തിൽ നിന്ന് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ചെയ്ത 2 വീഡിയോയിലും വന്ന സംശയങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. എനിക്ക് അഭിപ്രായങ്ങൾ എഴുതിയ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്.